അപ്പൊ തോളിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ആ തോളിൽ ഇരുന്നത് കൊണ്ടാണ് ആ ഭൃത്യൻ ലോകം നോക്കിക്കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരസ്പര്യം, പൂർവ്വ സൂരികളുടെ പാരസ്പര്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധം, അതിന്റെ തുടർച്ച എന്നുള്ളതിലേക്കാണ് ശാസ്ത്രം വികസിച്ചത്. അതുകൊണ്ട് ശാസ്ത്രം വിശ്വമാനവീയമായ മനുഷ്യ വംശത്തിന്റെ ഒരു വൈജ്ഞാനിക നിക്ഷേപമാണ്. ആ നിക്ഷേപത്തിലേക്ക് നിരവധി ജനസമൂഹങ്ങൾ അതിന്റെ ദേശീയ പ്രത്യേകതകൾക്കനുസരിച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ മൂല്യങ്ങളും യുക്തിയും തമ്മിലുള്ള ഒരു സംഘടന. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രതിഭാസം, ശാസ്ത്രം എപ്പോഴും മതത്തിന്റെ മേഖലയിലെ സെക്യുലറിസത്തിന്റെ ആ തിയറി ഓഫ് സെപ്പറേഷൻ, മതം ശാസ്ത്രത്തെ അതിവർത്തിക്കാൻ പാടില്ല, ശാസ്ത്രം മതത്തെ അതിവർത്തിക്കാൻ പാടില്ല. കാരണം രണ്ടിന്റെ മേഖലയും അന്വേഷണ മേഖലയും വ്യത്യസ്തമാണ്. ശാസ്ത്രം ചിലപ്പോൾ, ഉദാഹരണത്തിന് ബിഗ് ബാങ് എന്നുള്ള പദപ്രയോഗത്തിന്റെ മലയാള പരിഭാഷ മഹാവിസ്ഫോടനം എന്നാണ്, പൊട്ടിത്തെറി. പക്ഷെ ഞാൻ സംശയിക്കുന്നു ആ വിവർത്തനം ബിഗ് ബാങ്ങിന് അത്ര സാധുത്വമുണ്ടോ, അത്ര സംഗതമാണോ എന്ന് ഒരു സംശയം വരുന്നു. അത്ര ശാസ്ത്രം പഠിച്ച അതൊന്നുമല്ല. പക്ഷെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്യാവസ് ആണ്, ഡിസോർഡറാണ്. പക്ഷെ മഹാവിസ്ഫോടനത്തിന് ശേഷം നിലവിൽ വന്നത് വളരെ ക്രമപ്രവൃത്തമായ, വളരെ ബയോസ്ഫിയറുള്ള, ജൈവരാശികളുള്ള, മനുഷ്യനെ പോലെ വളരെ അത്യുന്നതമായിട്ടുള്ള ജൈവ സംഘടനയുമുള്ള, മനുഷ്യനെ പോലെയുള്ള ഉന്നതമായ സംഘടനകൾ, വ്യൂഹങ്ങൾ. ഇത്തരത്തിലുള്ള വ്യൂഹങ്ങൾ വരുന്ന സാധാരണ ബോംബ് സ്ഫോടനം എന്ന് കേൾക്കാറുണ്ട്. പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസോർഡറാണ്. അപ്പോൾ എല്ലാത്തിനുമുള്ള ഒരു നിയമം പാലിക്കുന്നു. ശാസ്ത്രം അതിന്റെ എറ്റിമോളജിക്കൽ റൂട്ട്, സ്ഫോടനം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലേക്ക് ഒന്ന് സ്ഫുടം ചെയ്തെടുക്കുന്നതിനോട് ബന്ധപ്പെട്ട ഒരു എറ്റിമോളജിയാണോ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. സ്ഫുടം ചെയ്തെടുക്കുന്നത് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രാക്ഷൻ എന്നാണ് അർത്ഥം. പൊട്ടിത്തെറി എന്ന അർത്ഥത്തിൽ ബിഗ് ബാങ് എന്നതല്ല ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ പൊട്ടിത്തെറിയിലൂടെ ഒരു ക്രമപ്രവൃത്തമായ ഒരു പ്രപഞ്ചം നിലവിൽ വന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ LHCയിലുള്ള ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിലുള്ള ദൈവഗണത്തെ, ഗോഡ്സ് പാർട്ടിക്കിളിനെ, ഗോഡ്സ് പാർട്ടിക്കിൾ അല്ല, അപ്പോസ്ട്രോഫിയസ് അല്ല അവർ ഉപയോഗിച്ചത്, ഗോഡ് പാർട്ടിക്കിൾ ഉണ്ട്. ദൈവഗണം തന്നെ, ദൈവത്തിന്റെ ഗണം എന്നല്ല. അത് ഈ ശാസ്ത്രം ഉദ്ദേശിക്കുന്നത് അത് കണ്ടുപിടിച്ച് ദൈവത്തെ കണ്ടെത്തി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ ഒരുപാട് അബ്ദുസലാം സാഹിബ് ഗവേഷണം ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിലാണ് ഈ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നത്. ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവുള്ള സംഗതിയാണ്. അദ്ദേഹം തിയററ്റിക്കൽ ഫിസിക്സിന് അദ്ദേഹം ബ്രെയിൻ കൊണ്ടാണ് അതൊക്കെ തിയറിയൊക്കെ സോൾവ് ചെയ്യുന്നത്. പക്ഷെ അത് സേണിലെ യൂറോപ്യനിലെ സേണിലെ പാർട്ടിക്കൽ ആക്സിലേറ്ററിൽ വെച്ച് അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. അതുപോലെ ഇന്നത്തെ ടെക്നോളജി എന്റെ മുൻ പ്രാസീനം പറഞ്ഞതുപോലെ ഒരുപാട് പണച്ചെലവുള്ള സംഗതിയാണ്. അപ്പോൾ ഈ LHCയിൽ വെച്ചിട്ടുള്ള ഗവേഷണം ദൈവഗണത്തെ കണ്ടെത്താനാണ് എന്നുള്ള പേരിൽ സയന്റിസ്റ്റുകൾ വമ്പിച്ച പ്രചരണം നടത്തുന്നില്ല. അതിന്റെ ഒരു കാരണമായിട്ട് അതിൽ സംഘാടകർ പറഞ്ഞത്, ഇങ്ങനെ ഒരു പേര് കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് അതിൽ താല്പര്യമുള്ളൂ. ദൈവഗണത്തിൽ അടിസ്ഥാന ഗണത്തെ കണ്ടെത്താനുള്ള ഒരു ഗവേഷണമാണ്. ദൈവഗണം എന്നുള്ളത് ആളുകൾ അതായത് ദൈവം എന്നുള്ളത് ആളുകളുടെ ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് അൺസീനാണ്. അൺസീൻ എന്നുള്ളതിന്റെ ഒരു ചെറിയ വിശദീകരണം ഞാൻ ഇവിടെ നൽകേണ്ടത്. അപ്പൊ അതിനെ കണ്ടെത്താനുള്ള ക്യൂസ് എന്താണ് എന്നുള്ള ദൈവത്തെ ഇത് കണ്ട് LHC ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ വെച്ച് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവത്തെ കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള പ്രചരണം അതിലുണ്ടായിരുന്നു. പക്ഷെ 6 മാസം കൊണ്ട് അത് വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പൊ ഡോളിയെ ക്ലോണിങ്ങിൽ കൂടി ഡോളിയെ ജനറ്റിക് ബയോടെക്നോളജിയുടെ ഒരു വികാസമാണ്. പക്ഷെ അതിനെ കണ്ടത് ഡോളിയുടെ സ്രഷ്ടാവാണ് ഇയാൻ മുൾട്ട് എന്നാണ്. ഡോളിയുടെ സ്രഷ്ടാവ് എന്നുള്ള അതൊരു കട്ട് ആൻഡ് പേസ്റ്റ് രീതിയിലുള്ള ഒരു ബയോടെക്നോളജിയിലുള്ള ഒരു മാനിപ്പുലേഷൻ, ഒരു ലാബറട്ടറിയിൽ ചെയ്യുന്ന ഒരു കട്ട് ചെയ്ത് ഒന്നിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു സ്രഷ്ടാവ് എന്നുള്ള സങ്കല്പം മതത്തിലുള്ള സങ്കല്പത്തിൽ നിന്നും വളരെ അത് കോപ്പി ചെയ്തുകൊണ്ട് ഇയാൻ മുൾട്ടിന്
ലോളിയുടെ സൃഷ്ടാവ് എന്ന പദവി കൊടുത്തുകൊണ്ട് അതിന് വലിയൊരു പ്രസിദ്ധി കൊടുക്കുന്നുണ്ട്. അപ്പൊ ശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന്, മതത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ മതത്തിന്റെ ഈശ്വര സങ്കല്പത്തെ നേടിയെടുക്കാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷെ അതിലൊന്നും വിജയിക്കുന്നില്ല. ഈശ്വരന് കൊടുക്കുന്ന വിശേഷണങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ച ഒരു സംഗതി വൈബിൽ വിശ്വസിക്കുക എന്നുള്ളത്. അൺസിൻ വൈബ് എന്ന് പറഞ്ഞാൽ അൺസിൻ, അദൃശ്യത്തിൽ വിശ്വസിക്കുക. ഈ അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു അന്ധവിശ്വാസമാണ്. അദൃശ്യത്തിൽ വിശ്വസിക്കാൻ നേരത്തെ എന്റെ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ടായ കാണാത്തതിനെ തെളിയിച്ചാല് അതില്ലാതെ പത്തായി. അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് വൈബ് എന്നുള്ള അറബി പദത്തിന് അർത്ഥം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി കൊണ്ട് കാണാതിരിക്കുന്നത് എന്ന് മാത്രം അർത്ഥമുണ്ട്. അതുകൊണ്ട് അത് അസ്തിത്വമില്ലാത്തത് എന്ന അർത്ഥമില്ല. അങ്ങനെ ഒരിക്കലും കാണാൻ കഴിയാത്തതിൽ വിശ്വസിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് നഗ്നനേത്രം കൊണ്ട് രാത്രികാലത്തുള്ള ആകാശങ്ങൾ നിരീക്ഷിച്ചാൽ ഒരു 5000 നക്ഷത്രങ്ങൾ നമുക്ക് കാണാം. പക്ഷെ അത് ഒരു മാഗ്നറ്റിക് ക്ലാസ്സിൽ ഒരു ദൂരദർശനിൽ കൂടി നാം നോക്കുകയാണെങ്കിൽ അത് 10,000-കണക്കിലും ശതകോടി ഭരിച്ചിട്ടുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൂടുതൽ അത് ആംപ്ലിഫൈ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ദൃശ്യവൽക്കരിക്കപ്പെടും. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി കൊണ്ട് കാണാതിരിക്കുന്ന അദൃശ്യ യാഥാർത്ഥ്യങ്ങൾ ലോകത്തുണ്ട് എന്ന് മാത്രമേ ഖുർആൻ അതിനോട് പറയുന്നുള്ളൂ. അല്ലാണ്ട് അന്ധമായിട്ട് അദൃശ്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അത് സയന്റിഫിക് ഒരു ഫാക്ച്വൽ ട്രൂത്താണ്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുന്നില്ല. ഒരു ഡെസിബലിൽ നിന്ന് കീഴിലുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. അത് അതിനുള്ള ഡിവൈസ് വെച്ചാൽ നമുക്ക് കേൾക്കും. ഇങ്ങനെ ശാസ്ത്രവും സയൻസും തമ്മിലുള്ള ശാസ്ത്രം പലപ്പോഴും ദൈവം ജമയം നോക്കുന്നുണ്ട്. അതുകൂടി നാം പലപ്പോഴും മതത്തിന്റെ ഭാഗത്ത് നിന്നും ശാസ്ത്രത്തെ കീഴടക്കുന്ന ഒരു പൂർവ്വകാല പാരമ്പര്യം നമുക്കുണ്ട്. പ്രത്യേകിച്ചും ഗലീലിയോ അദ്ദേഹം നമുക്കറിയാം. അതിന്റെ ഒരു ഇര കൂടിയാണ് അബ്ദുൽ സാഹിബ്. ഗലീലിയോയെ സംബന്ധിച്ച് ഗലീലിയോ ഹീലോസെൻട്രിക്, അതായത് കോപ്പർനിക്കസിന്റെ സൂര്യനാണ് കേന്ദ്രം എന്നുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ മതപക്ഷത്തിൽ നിന്നുണ്ടായ എതിർപ്പ്. കാരണം ദൈവപുത്രൻ ഭൂമിയിലാണ് വന്നത്. അപ്പൊ ഭൂമിയുടെ സ്ഥാനം ചെറുതായി പോകുമോ എന്നുള്ള വിഭ്രാന്തിയിൽ സഭ അദ്ദേഹത്തിന്റെ ഇൻക്വിസിഷന് വിധേയമാക്കി. അദ്ദേഹത്തിന്റെ ഗലീലിയോയുടെ ട്രയൽ നടന്നു, അദ്ദേഹത്തെ ജയിലിലടച്ചുള്ള സംഭവങ്ങളൊക്കെ സഭ മാപ്പ് ചോദിച്ചു. ഇങ്ങനെ അന്യോന്യം പരസ്പരം അക്രമപരമായി പരസ്പരം അധിനിവേശം നടത്താതെ രണ്ടും സമാന്തരമായി ഗവേഷണത്തിൽ പോകണം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതിന്റെ യഥാർത്ഥത്തിൽ. അതാണ് ഇബ്നു റുഷ്ദ് ഇബ്നു റുഷ്ദ് അബറോസ് എന്ന് പറയുന്ന യൂറോപ്പിൽ വളരെ പ്രശസ്തനാണ്. മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു തിയോളജിസ്റ്റ് ആയിരുന്നു, വളരെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഇത് രണ്ടിനെയും സമ്മതം ചെയ്തത് ഒന്നും ശാസ്ത്രത്തിൽ ഉണ്ടാകുന്ന ഒരു പുരോഗതിക്കും പെട്ടെന്ന് തിയോളജിയിൽ നിന്നുണ്ടാകുന്ന ഒരു കമന്റ് അദ്ദേഹം അനുവദിച്ചില്ല. അത് ശാസ്ത്രത്തിന്റെ സ്വതന്ത്രമായ രീതിയിൽ പുരോഗമിക്കും. അത് അതിൻ്റെതായ എംപിറിക്കലാണ് ശാസ്ത്രം, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. നമുക്ക് അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ശാസ്ത്രമുള്ളൂ. ശാസ്ത്രത്തിന് കളവ് പറയില്ല. അപ്പൊ അത് കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമേ സത്യസന്ധമായിട്ട് ശാസ്ത്രം പറയും. അപ്പൊ അതിന്റെ മേലെ കയറി കൊണ്ട് ഉലമാക്കന്മാർ അഭിപ്രായം പറയുന്നത് നിർത്തണം. അങ്ങനെ ഒരു പാരമ്പര്യവും ഒരു അലിഖിത പാരമ്പര്യം 700 കൊല്ലക്കാലം സ്പെയിനിൽ ഉണ്ടായിരുന്നു. അതാണ് സ്പെയിൻ ഇത്രയധികം ശാസ്ത്രത്തിൽ പുരോഗതി നേടാൻ കാരണം എന്ന് റാവി അതിനെ വിലയിരുത്തുന്നു. ഇവിടെ നമുക്ക് ഈ പ്രത്യേകിച്ച് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കോസ്മോളജിയുടെ ഒരു പ്രശ്നം. നാം സൂക്ഷ്മമായി എത്രത്തോളം ശാസ്ത്രത്തിലേക്ക് പോകുന്നുവോ അത്രത്തോളം തന്നെ സ്ഥൂല പ്രപഞ്ചത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ജ്ഞാനം ഈ പാർട്ടിക്കിൾ സയൻസ് ഫിസിക്സ് നൽകുന്നത്. ആധുനിക കോസ്മോ ഇപ്പൊ 1980 മുതലാണ് ഇത് അമാൽഗമേറ്റ് ചെയ്തത്. 80കളിലാണ് ഇത് രണ്ടും കൂടി, അതായത് പാർട്ടിക്കിൾ ഫിസിക്സും ആസ്ട്രോണമിയും തമ്മിൽ അമാൽഗമേറ്റ് ചെയ്ത് പുതിയ ഒരു സയൻസ് കോസ്മോളജിയുടെ പുതിയ ഒരു കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോഴും പപ്പുട്ടി മാഷ് പറഞ്ഞതുപോലെ സിമെട്രിക് ട്രീക്കിംഗ്, ഒരു സിമെട്രിയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ചതുർബലങ്ങൾ ഏകോപിച്ചിരുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ പെട്ടെന്നൊരു ട്രീക്കിംഗ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്നാലും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ആ സിമെട്രി ഭംഗം, സമമിതി ഭംഗം ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായി. ആ ഉണ്ടായതിന്റെ ഫലമായി ഫലങ്ങൾ വേർതിരിഞ്ഞ എത്ര സെക്കൻഡ് കൊണ്ട് 4 ഫലങ്ങൾ ചതുർബലങ്ങളായി വേർതിരിഞ്ഞു. അത് വീണ്ടും ഉന്നത ഊർജാവസ്ഥയിൽ
നാലിനെയും ഒന്നിപ്പിക്കാം. അതിൽ ഗുരുത്വാകർഷണ ബലം ഒഴികെ മൂന്നെണ്ണത്തിനെ യോജിപ്പിക്കാം. സയൻസ് ഇലക്ട്രോണിക് തിയറിയിൽ അബ്ദുസ്സലാം ചെയ്ത് ഈ രണ്ട് ബലങ്ങളെ ഒന്നിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങൾ, ആധുനിക ശാസ്ത്രങ്ങൾ ഈ വളരെയധികം ദാർശനിക മാനങ്ങളുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ നേരത്തെ എന്റെ മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് തിയോളജിസ്റ്റുകൾ, അതായത് മതവിശ്വാസികൾക്ക് കൂടുതൽ അവരുടെ അന്തർദൃഷ്ടി, അതിൽ കയറി ഇടപെടാനില്ല, കൂടുതൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തർദൃഷ്ടി നൽകുവാൻ പര്യാപ്തമാണ്. ഇത് പഠിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഇവിടെ ഞാൻ കൂടുതൽ സമയം ഇതാക്കുന്നില്ല. പ്രൊഫസർ അബ്ദുസ്സലാമിനെ സംബന്ധിച്ച് പറയുക, ഞാൻ ഈ അടുത്ത് ഡോൺ പത്രത്തിൽ സ്ഥിരമായി നെറ്റിൽ വായിക്കാൻ പറ്റും. ഡോൺ പത്രത്തിൽ ഒരു പ്രൊഫസർ അബ്ദുസ്സലാമിന്റെ ഒരു സ്മാരക പ്രഭാഷണത്തിന്റെ ഒരു ന്യൂസ് വായിക്കുകയുണ്ട്. ആ ന്യൂസ് വായിച്ച യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സയൻസ് സ്റ്റുഡൻസിന്റെ വേദിയാണ്. അതിൽ ഭൂരിപക്ഷം 50% പേർക്കും അബ്ദുസ്സലാം ആരാണെന്നറിയില്ല. അബ്ദുസ്സലാം ആരാണെന്നറിയില്ല. ഇവിടെ നമ്മുടെ സി വി രാമൻ പോലെയുള്ള മഹാനായ ശാസ്ത്രപ്രതികളെ സംബന്ധിച്ച് ഏത് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. അവരുടെ സിലബസിൽ സലാം എന്നുള്ള പദമേ ഇല്ല. അവരാരും തന്നെ സലാമിന്റെ ഫോട്ടോ കണ്ടിട്ടില്ല. ഇത്രയും പരിതാപകരമായി ഒരു ശാസ്ത്രജ്ഞനെ തിരസ്കരിച്ച ഒരു ജനത. അതുകൊണ്ട് തന്നെ അവിടെ അത് അവരുടെ മനോഭാവത്തിന്റെ ഒരു പ്രശ്നമാണ്. ആകെ ഇറക്കിയ 2 പേരുടെ ഒരു സ്റ്റാമ്പാണ്. ഈ അടുത്ത കാലത്ത് ലാഹോർ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് വളരെയധികം അവിടുത്തെ ജമാഅത്തെ അവിടുത്തെ മതതീവ്രവാദികളുടെ പ്രക്ഷോഭങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ അബ്ദുസ്സലാം ബ്ലോക്ക് എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ എന്റെ മുൻ പ്രാസംഗികന്മാരെല്ലാം അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ വായിക്കുകയുണ്ടായി. ഇത്രയും സംഭാവനകൾ അർപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനെ അവിടെയുള്ള സമൂഹം അവഗണിച്ചത് രീതി വളരെ ഭയാനകമാണ്. അദ്ദേഹത്തിന്റെ കവറിൽ ഫസ്റ്റ് മുസ്ലിം അദ്ദേഹത്തിന്റെ എഴുതിയുണ്ട്. ഫസ്റ്റ് മുസ്ലിം നോബൽ ലൊറൈറ്റർ എന്ന് എഴുതി വെക്കുന്നത്. അതിൽ ഉടനെ തന്നെ കോടതിന്റെ വിധി വന്ന് മുസ്ലിം എന്നുള്ള പേര് മാറ്റി കളയും. ഫസ്റ്റ് നോബൽ ലൊറൈറ്റർ എന്ന് മാത്രമാണ് പെടുന്നത്. അത് തെറ്റാണ്. ഫസ്റ്റ് ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് എന്ന് മാത്രമേ അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം വളരെ വളരെ രസകരമായിട്ടുള്ള സംഗതി, അഹമ്മദികൾക്ക് അവിടെ ഖുർആനോദം പാടില്ല. ഖുർആനോദികളുടെ 2 കൊല്ലത്തെ കഠിന ശിക്ഷ. അദ്ദേഹം ലാഹോർ യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് ആദ്യമായി സ്വീകരണത്തിന് ഏർപ്പെടുന്നത്. അവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിങ് വമ്പിച്ച പ്രക്ഷോഭം നടത്തി. അവിടെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അടുത്തുള്ള ഒരു സെനറ്റ് ഹാളിലാണ് ഒരു ഗവൺമെന്റ് ഓഫീസ് ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. ആ സ്വീകരണത്തിൽ ഈ ജനറൽ സിയാബിന്റെ ഗവൺമെന്റ് ചെയ്തിട്ട് ഇദ്ദേഹം എന്തെങ്കിലും ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ആയത്തുകൾ ഉദ്ധരിക്കുന്നതെന്ന് ആയത്തുകൾ ഉദ്ധരിച്ച 2 കൊല്ലത്തെ കഠിന തടവാണ്. അപ്പൊ ഇത്രമാത്രം യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ചുറ്റുപാട്. സാർ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ മാനേജറായിട്ട് കൊടുത്തതും കാര്യങ്ങളും അതിന്റെ പീഡനങ്ങളെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ. എവിടെ ഞാൻ എന്റെ മുൻ പ്രൊഫസർ ഹംസ പറയുന്നുണ്ട്. അദ്ദേഹം നെറ്റിലും വിക്കിപീഡിയയിൽ അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബിന് അദ്ദേഹത്തിന്റെ സേവനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് അത്ര ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം സലാം എന്നുള്ളത്, സലാം സാഹിബ് അദ്ദേഹം ഭയങ്കര ഹാർഡ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സമാധാനവാദിയാണ്. ഇസ്ലാമിക് ബോംബ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം 2 പേര് എഴുതിയ പുസ്തകമാണത്. അതിലെഴുതുന്നുണ്ട്. അതില് അന്ന് അദ്ദേഹത്തിന്റെ സ്റ്റീവൻ ഗെയിൻസ്മാനും ഹെർബർട്ട് ക്രൻസിന്റെ കയ്യിലുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ അന്ന് ഭൂട്ടോവിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ഖാലിദ് ഹസൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ ആളുകൾ ഇസ്ലാമിക് ബോംബ് എന്ന പുസ്തകത്തിൽ പറയുകയുണ്ടായി. ഇദ്ദേഹം ഭൂട്ടോ ആദ്യമായി ഈ ബോംബിന്റെ പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അന്ന് അതിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ. പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് ബംഗ്ലാദേശിൽ പോയി. ബംഗ്ലാദേശിൽ പോയപ്പോൾ അവിടെയുള്ള ദേശീയവാദം ശക്തിപ്പെടുമോ എന്ന് അവർക്ക് ആശങ്ക. കാരണം ബംഗാളി ദേശീയത കൊണ്ടാണ് ബംഗാൾ വിട്ടുപോയത്. അതുമാതിരി അവിടെ നിരവധി ദേശീയ പ്രശ്നങ്ങൾ പാകിസ്ഥാനിലുണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു കൺസോളിഡേറ്റ് ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല. അവിടെ ബലൂച്ചികളുടെ പ്രശ്നമുണ്ട്,
പഞ്ചാബി ഹെജമനിയാണ് എപ്പോഴും പാകിസ്ഥാനിൽ ഉണ്ടായത്. പഞ്ചാബിലുള്ള ഇവിടുന്ന് മുഹാജിരികളുടെ പ്രശ്നമുണ്ട്, സിന്ധികളുടെ പ്രശ്നമുണ്ട്, അപ്പുറം നോർത്ത് വെസ്റ്റ് ഇപ്പോഴത്തെ പക്തൂൺ വാലി എന്ന് പറയപ്പെടുന്ന പക്തൂണുകളെ പ്രശ്നമുണ്ട്. അങ്ങനെ നിരവധി ദേശീയതകളുടെ വമ്പിച്ച പ്രശ്നമുണ്ട്. അപ്പൊ ബംഗാളി ദേശീയത ഉയർത്തിക്കൊണ്ട് ബംഗ്ലാദേശ് വിഭജിച്ചതുപോലെ പഞ്ചാബി പ്രശ്നമോ അല്ലെങ്കിൽ ബലൂച്ചി പ്രശ്നമോ എല്ലാം ഉന്നയിച്ച് അതുകൊണ്ട് ആ വാദങ്ങളൊക്കെ ഇപ്പോഴുണ്ട് അവിടെ മൂടിക്കെടുക്കാൻ. അപ്പൊ പുതിയൊരു ഈ ബംഗ്ലാദേശ് വിട്ടുപോയതോടുകൂടി പുതിയൊരു എനർജറ്റിക്സ് സമൂഹത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനും ഒരു പുതിയൊരു ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മുദ്രാവാക്യത്തിന് വേണ്ടി കുശാഗ്ര ബുദ്ധിയായ ഭൂട്ടോവിന്റെ ബുദ്ധിയിൽ നിന്നും ഉയർന്നതാണ് ഇസ്ലാമികവൽക്കരണം. അതിന്റെ പേരിലാണ് അഹമ്മദികളൊക്കെ 1973 അഹമ്മദികളെ മുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിച്ചത്. പുതിയൊരു ആവേശം ജനങ്ങൾക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ആറ്റം ബോംബ്. അങ്ങനെ അദ്ദേഹം മുൾത്താനിൽ വെച്ച് ഒരു യോഗം കൊണ്ടുവരണം. അന്നൊക്കെ അബ്ദുസലാം സാഹിബ് അതിനോട് സഹകരിച്ച് എന്തൊരു സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന നിലക്കാണ്. ഒരിക്കലും ആ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം അത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും മറ്റും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് മുഴുവൻ പാകിസ്ഥാനിൽ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുസ്തകത്തിൽ പറയുന്നത്, ഹെർബർട്ട് വെയ്സ്മാന്റെ പുസ്തകത്തിൽ പറയുന്നത്, സ്റ്റീവൻ വെയ്സ്മാന്റെ ഹെർബർട്ട് കാൻസിയുടെ പുസ്തകത്തിൽ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് അത് കാംബ്രിഡ്ജിലാണ്. ഇസ്ലാം സാഹിബിന് 1973 അഹമ്മദിയ വിരുദ്ധ പ്രക്ഷോഭം നടന്നതിന് ശേഷം പിന്നീട് പാകിസ്ഥാനിലുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. അയ്യൂബ് ഖാനാണ് അദ്ദേഹത്തെ രണ്ടാമത് കൊണ്ടുവരുന്നത്. അയ്യൂബ് ഖാന്റെ കാലത്താണ് അദ്ദേഹം IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ മെമ്പറാകുന്നതും അവിടെ അദ്ദേഹം ICTP ഒക്കെ രൂപം കൊടുക്കും. അപ്പൊ അന്ന് ഭൂട്ടോ മുൾത്താനിൽ 50 സയന്റിസ്റ്റുകളെ യോഗം വിളിച്ച ഈ സംഗതി വളരെയധികം രഹസ്യമാണ്. കാരണം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യം ബോംബുണ്ടാക്കുന്നത് സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വളരെയധികം ശ്രദ്ധയുള്ള ഒരു സമയമായിരുന്നു. കാരണം അന്ന് ഇത് കൊണ്ടുവരുന്ന ഭൂട്ടോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അബ്ദുസലാം സാഹിബിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്റെ ഒരു ശിഷ്യനെ ഇതൊരു സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും അത് കാരണം അബ്ദുസലാം സാഹിബ് എന്തെങ്കിലും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ ഈ പദ്ധതിക്കെതിരെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിനെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി അലങ്കോലപ്പെട്ടു പോകും, ഈ നടക്കില്ല എന്ന് ഭൂട്ടോവിനറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അബ്ദുസലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശിഷ്യനെ തന്നെ ആയിക്കോട്ടെ അയച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇതൊരു സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമാണ്, ബോംബിന്റെ പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചയക്കട്ടെ. പിന്നീട് ഈ ഭൂട്ടോവിന്റെ പഴയ പ്രസ് അഡ്വൈസറായിരുന്ന ഖാലിദ് ഹസൻ ഇദ്ദേഹത്തെ കുട്ടിയെ ഇന്റർവ്യൂ ചെയ്തോ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, താങ്കൾ എന്തുകൊണ്ടാണ് താങ്കൾ പിതൃതുല്യനുമായ ഒരു മഹാഗുരുവിനെ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചത്? അദ്ദേഹം കണ്ണുകുത്തി കണ്ണീരൊഴുക്കി കരയുകയാണുണ്ടായതെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു. അബ്ദുസലാം സാഹിബ് സഹകരിച്ചതെല്ലാം തന്നെ അദ്ദേഹം സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നുള്ളതാണ് പാകിസ്ഥാൻ. മാത്രമല്ല അദ്ദേഹം പാകിസ്ഥാനിലെ അഡ്വൈസറായിട്ട് ഇരുന്നേരം എല്ലാ പാകിസ്ഥാൻ എന്ന് കാണുന്ന എല്ലാ വിധത്തിലുള്ള ദേശീയ ശാസ്ത്ര സ്ഥാപനങ്ങളെല്ലാം തന്നെ അബ്ദുസലാമിന്റെ സൃഷ്ടിയാണ്. സ്പേസ് ഏജൻസികൾ മാത്രമല്ല അദ്ദേഹം വളരെ വളരെ സമർത്ഥനായ ഒരു എക്കണോമിസ്റ്റ് കൂടിയാണ്. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓടുവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. അവരുടെ ഒരു കനാൽ സിസ്റ്റം ബ്രിട്ടീഷുകാർ വളരെ അശാസ്ത്രീയമായി കുഴിച്ചതിന്റെ ഫലമായി ഈ ഉപ്പുവെള്ളം വളരെ ഇന്റീരിയറായിട്ട് കിടക്കുന്ന ഒരു കൃഷിക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു വലിയ കനാൽ സിസ്റ്റം ഉണ്ട്. വളരെ ഡിസ്ട്രിബ്യൂട്ടറീസ് ഒക്കെ ആയിട്ട് വളരെ വളരെ എല്ലാ കാലത്തും തലവേദനായിട്ടുള്ള ഊരുവെള്ളത്തിന്റെ ഒരു പ്രശ്നം, സലൈൻ വാട്ടറിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ടാക്കിൾ ചെയ്യാനും അത് ഇല്ലാതാക്കാനും അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ പരിചയം ഉപയോഗിച്ചുകൊണ്ട് കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വളരെ പ്രഗത്ഭരായിട്ടുള്ള ജിയോളജിസ്റ്റുകളെയും പിന്നെ വാട്ടർ മാനേജ്മെന്റ് വിദഗ്ധന്മാരെയും എല്ലാം വിളിച്ചുകൊണ്ടുവന്ന് വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി പാകിസ്ഥാന് വേണ്ടി സമർപ്പിക്കും. പക്ഷെ നേരത്തെ ICTP ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് ആദ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത് കറാച്ചിയിലാണ്. അവിടെയുള്ള വളരെ വിനോദാവസ്ഥയിലുള്ള വളരെ തേർഡ് റേറ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, ഇന്ത്യയിലെ പൊളിറ്റീഷ്യന്മാരെക്കാട്ടി 100 ഇരട്ടി പിന്നോക്കാവസ്ഥയിലുള്ള യാതൊരു ബോധവും ഇല്ലാത്ത സാമൂഹിക ബോധവും ഇല്ലാത്ത തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസ് ആണ് പാകിസ്ഥാനിൽ. അവരതിന്റെ കേട്ട ഉടനെ തന്നെ ഇത് പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് പറഞ്ഞു. ശാസ്ത്രത്തിന്റെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് വിഹരിക്കാനുള്ള എല്ലാം പാകിസ്ഥാന്റെ പണം എന്ന് പറഞ്ഞ് വളരെ പുച്ഛത്തോടെ തിരിച്ചയച്ചു. മാത്രമല്ല അദ്ദേഹം രണ്ടാമതും ഇതൊരു പ്രൊജക്ടിന് വേണ്ടി അന്ന് ഡാനസിൽ ഭൂട്ടോവിനെ കാണാൻ വേണ്ടി വളരെ തിരക്കുള്ള അദ്ദേഹം രണ്ടാമത് അപ്പോയിന്റ്മെന്റ് വാങ്ങി ഇസ്ലാമാബാദിൽ 3 ദിവസം ഡാനസിൽ ഭൂട്ടോവിനെ കാണാൻ വേണ്ടി ഇരുന്നു.
മറ്റേ ബാലൻസുള്ള കൂട്ടാൻ അദ്ദേഹം അവരുടെ തിരക്ക് കാരണം അദ്ദേഹത്തിന് അനുമതി കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം നിരാശനായി മടങ്ങിപ്പോയത്. ഇങ്ങനെ തന്റെ സ്വന്തം രാജ്യത്ത് ശാസ്ത്രീയ അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും സ്വന്തം രാജ്യം അദ്ദേഹത്തെ തിരസ്കരിക്കുകയുമാണ് ഉണ്ടായത്. മാത്രം അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങൾ, ഇപ്പൊ ശാസ്ത്രത്തെ സംബന്ധിച്ച് അദ്ദേഹം നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പേപ്പറുകൾ അവതരിപ്പിച്ചു പല യൂണിവേഴ്സിറ്റികളും. എല്ലാ ശാസ്ത്രവേദികളും, യൂറോപ്പിലെ എല്ലാ ശാസ്ത്രവേദികളും ഒരു റാഡിക്കൽ സോഷ്യലിസ്റ്റിനെ പോലെ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചത്. അത് വളരെ പ്രത്യേകിച്ച് ഒരു മതപരമായ ബാക്കിംഗ് ഉള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു സോവിയറ്റ് യൂണിയനോട് ചേർന്നിട്ടാണ് പല രംഗങ്ങളിലും ഈ ICTPക്ക് അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ സഹകരണം ഉണ്ടായിട്ടില്ല. സോവിയറ്റ് യൂണിയന്റെ സഹകരണം ആദ്യമായിട്ട് ഇന്റർനാഷണൽ തിയററ്റിക് ഫോർ ഫിസിക്സിന് ആദ്യമായിട്ട് അദ്ദേഹം പ്രപ്പോസൽ വെച്ചാലോ ആദ്യം എതിർത്ത് അമേരിക്ക എതിർത്തു, റഷ്യ എതിർത്തു, മറ്റേ വികസിത രാജ്യങ്ങൾ മുഴുവനും എതിർത്തു, ഇറ്റലി മാത്രം. യുണൈറ്റഡ് നാഷൻസ് ലീഗിലുള്ള ശാസ്ത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനം അതിന് അബ്ദുൽ സലാം സെൻട്രൽ